കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ദൈവത്തിന്റെ വലിയ ഒരു വാഗ്ദാനമാണ് കഷ്ടതകളിൽ, അതായത് നമ്മുടെ ശാരീരികമായ കഷ്ടതകളില്, ഭൗതികമായ കഷ്ടതകളില്, സാമ്പത്തികമായ കഷ്ടതകളില് എപ്പോഴും ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. പക്ഷെ നമുക്കത് ചിലപ്പോൾ ഫീൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു അനുഭവം ഉണ്ടാവില്ലായിരിക്കാം, അല്ലെ? ഇത് പലപ്പോഴും നമുക്ക് വിഷമമുള്ളപ്പോ ഈശോ എവിടെ പോയി ഇരിക്കുകയാണെന്നൊക്കെ ഓർക്കാറുണ്ട്, അല്ലെ? ദൈവം എന്റെ കൂടെ ഇല്ലേ, ദൈവം നമ്മളെ സഹായിക്കാൻ എന്തേ വരാത്തത്? കാരണം നമ്മുടെ പ്രതിസന്ധികൾ ഇങ്ങനെ ഒരു മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റാത്ത വിധം നിസ്സഹായതയിൽ നിൽക്കുമ്പോ, അല്ലെങ്കിൽ നിരാശയിൽ നിൽക്കുമ്പോ, ഒരു കാര്യവും ചെയ്യാനായിട്ടുള്ള ഒരു ആരോഗ്യമില്ലാത്തപ്പോ, മനസ്സിന്റെ ശക്തി ഇല്ലാത്തപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമ്മൾ തകർന്നു, നമ്മളുടെ കൂടെ ആരുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ചിന്തകളെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ആരുണ്ട് കൂടെ? ഈശോ കൂടെ ഉണ്ട്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അതായത് നമുക്കിപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഫീലിംഗ് എന്താണ്? ശ്വാസം വലിക്കുന്നുണ്ട്, നമുക്ക് അനക്കമുണ്ട്, സംസാരിക്കുമ്പോൾ ശബ്ദം വരുന്നുണ്ട്, അങ്ങനെ കുറെ സിംറ്റംസ് ഉണ്ട്, അല്ലെ? അപ്പോ ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് കൂടി മനസ്സിലാവണ്ടേ? അതിനാണ് നമുക്ക് ദൈവത്തിന്റെ ഒരു ഏതെങ്കിലും ഒരു അടയാളമോ, അല്ലെങ്കിൽ ഒരു നമ്മുടെ വേദനയ്ക്ക് ഒരു ഉത്തരമോ, ചിലപ്പോൾ ഉത്തരം തരില്ല, ചിലപ്പോൾ അടയാളം തരില്ല, ഒരു അനുഭവം തരില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം നമ്മളുടെ കൂടെ ഇല്ല എന്ന്, അല്ലെ? പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു നിസ്സഹായാവസ്ഥയായിരിക്കാം. നമ്മൾ വലിയ വലിയ കഷ്ടതകൾ, അതായത് കഷ്ടത എന്ന് പറഞ്ഞാല് രോഗം മാത്രമല്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാത്രമല്ല, ഭൗതികമായ നഷ്ടങ്ങൾ മാത്രമല്ല, എന്താണ്, മാനസികമായ ഞെരുക്കങ്ങളും കഷ്ടത തന്നെയാണ്, അല്ലെ? നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും മനസ്സ് സന്തോഷമില്ല, മനസ്സ് നിരാശയിലാണെങ്കിൽ ഏറ്റവും വലിയ കഷ്ടത അതാണ്, അല്ലെ? അപ്പൊ അത് അതിനെ അതിജീവിക്കാനായിട്ടൊരു ആരോഗ്യം നമുക്ക് സ്വന്തമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കഷ്ടതയിൽ പെട്ടു എന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ തോന്നലുകൾ എടുത്ത് മാറണമെങ്കിൽ നമ്മുടെ കൂടെ ആര് ഉണ്ടാവണം? ഈശോ കൂടെ ഉണ്ടാവണം. പക്ഷെ ഈശോ കൂടെ ഉണ്ടെന്ന് നമുക്ക് കൂടി ഫീൽ ചെയ്യണം, അല്ലെ? അപ്പോ അത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. കഷ്ടതകളിൽ എന്തുണ്ടെന്ന് പറഞ്ഞത്? നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കൽ പോലും അത് മനസ്സിലാക്കാനായിട്ട് ദൈവം അങ്ങനെ ഒരു അവസരമോ സഹായമോ നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വ്യക്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കഷ്ടത നമ്മളെ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെ? ചില സമയങ്ങളിൽ കരകവിഞ്ഞൊഴുകുമ്പോൾ ശരിക്കും നമുക്ക് ആ കഷ്ടത നമ്മളെ ഭരിക്കും, കഷ്ടത നമ്മളെ വേദനിപ്പിക്കും, കഷ്ടത നമ്മളെ ദീർഘമായ സമയങ്ങളിലേക്ക് വലിച്ചിഴക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ ദൈവം കൈവിട്ടു കളഞ്ഞു. കുറച്ചു നേരം വചനം തന്നെ പറയണം, കുറച്ച് അല്പകാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചാലും ദീർഘക്ഷമയോടുകൂടെ ദൈവം നമ്മെ വീണ്ടെടുക്കുമെന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ഒരു അല്പസമയത്തേക്കുള്ള ആ ഒരു സമയം പോലും നമുക്ക് ഭയങ്കര ഫീലിംഗ്, ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആത്മാവ് തന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തെ അറിയാതെ, അന്വേഷിക്കാതെ, സ്നേഹിക്കാതെ, ആരാധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവിന്റെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും, അല്ലെ? എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവകാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു, ദൈവിക ചിന്തകളിൽ ജീവിക്കുന്നു, എന്നിട്ട് പോലും നമുക്ക് കുറച്ച് സമയങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസ ദുർബലത നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ലോകത്തില് അങ്ങനെ ജീവിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ, അല്ലെ? ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയാൽ, അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അന്വേഷിച്ചാൽ, ഒരു 5 പേരുണ്ടെങ്കിൽ, അല്ലെ 3 പേരുണ്ടെങ്കിൽ, എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവകൃപയാൽ ഒന്ന് ഇറങ്ങി അന്വേഷിക്കാൻ നോക്കിയാൽ നമ്മള് ഭയങ്കര പരാജിതരായിരിക്കും. നമ്മളിൽ തന്നെ പരാജിതരാണ്, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, കഷ്ടതകളില്, അതായത് ഞാൻ അനുഭവിക്കുന്ന ഏത് സങ്കടങ്ങളുടെ കൂടെയും ആരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ദൈവമുണ്ട്. ദൈവം കൂടെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ
ഈ വചനഭാഗങ്ങൾ, ഈ ദൈവവചനം തന്നെ നമുക്ക് അരോചകമായി തോന്നും. കാരണം നമുക്ക് ഉള്ള വേദന നമ്മൾക്ക് ഓവർകം ചെയ്യാൻ ഇന്നുവരെ സാധിച്ചിട്ടുള്ളതിന്റെ ഒരു എന്താണ്, ചില സങ്കടങ്ങള് നമ്മൾ എങ്ങനെയോ ഓവർകം ചെയ്തു പോയി. എങ്ങനെയാണെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പൊ അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാല് ദൈവം നമ്മളുടെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോ അത് നമുക്കറിയില്ല. നമ്മുടെ ബുദ്ധി അത്ര ഒന്നും വളർന്നിട്ടില്ല, നമ്മുടെ ചിന്തകൾ അത്ര ഒന്നും വളർന്നിട്ടില്ല. അല്ലെ, നമ്മൾ ചെറുപ്പത്തിലെ ചെയ്ത കുരുത്തക്കേടിനെ നമ്മളിപ്പോ ഇത്രയും പ്രായം വരെയൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ ആള് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെ? അപ്പോ അത് നമ്മള് മനസ്സിലാക്കാനും നമ്മളത് വിശ്വസിക്കാനും നമുക്ക് എപ്പോഴും നമുക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ അത് തിരിച്ചറിവുണ്ടാകണമെന്നില്ല. പക്ഷെ ഉണ്ട്, ഈ ആൾ ഒരിക്കലും നമ്മളെ വിട്ടുപോവില്ല. അത് മരണം വരെ ദൈവം നമ്മളോട് വിശ്വസ്തനായിരിക്കും എന്നാ പറയണത്, അല്ലെ? അപ്പൊ മരണം വരെ ദൈവം നമ്മുടെ കൂടെ ജീവനോടുകൂടെ ഉണ്ട് എന്ന് നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തോമസ് ലിഹയോട് പറഞ്ഞതിന്റെ കാര്യമൊക്കെ നമ്മൾ കാണുന്നില്ല, പക്ഷെ ഉണ്ടെന്നുള്ള വിശ്വാസം എന്താണ്? അത് ഉറപ്പാണ്, ഉറപ്പായ വിശ്വാസം ആണ്, അല്ലെ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഒരു ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പുമാണ് ഈ വിശ്വാസം. ഈ വിശ്വാസമാണ് നമ്മളെ ഇന്നുവരെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് തന്നെ, അല്ലെ? ആ ഒരു ശക്തി നമ്മളെ ഇനിയും സംരക്ഷിക്കട്ടെ. അത് സാധിക്കാത്ത ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെയും ഈശോയുടെ കരുണയിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തിന് സ്തോത്രഗീതം വായിക്കും. ഗ്രേസി പോലോ ചേച്ചി വായിക്കുവോ? വായിക്കാം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മറിയത്തിന്റെ മുമ്പിൽ ദൈവം എന്ത് ശക്തിയുള്ള പ്രവൃത്തിയാണ് ചെയ്തതെന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകാൻ സാധിക്കില്ല, അല്ലെ? കാരണം മറിയത്തിന് ഭൂമിയിൽ അത്രമാത്രം സങ്കടങ്ങളായിരുന്നു, വേദനകളായിരുന്നു, അപമാനങ്ങളായിരുന്നു, പരിഹാസങ്ങളായിരുന്നു, നിന്ദനങ്ങളായിരുന്നു, ദാരിദ്ര്യമായിരുന്നു, ദുരിതമായിരുന്നു, അപകടകരമായ ജീവിത യാത്രകളായിരുന്നു എല്ലാം. പിന്നെ എങ്ങനെയാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് മറിയം പറയാനുണ്ടായ കാരണം എന്താണ്? ലോകരക്ഷകനായ ഈശോയെ തന്നെ മറിയത്തിന് കൊടുത്തു. അതായത് ഈശോയെ തന്നെ കൊടുത്തു. പക്ഷെ ഈശോ കയ്യിലിരിക്കുമ്പോഴും അമ്മയുടെ ജീവിതത്തിൽ ദുരിതമായിരുന്നു, കഷ്ടതയായിരുന്നു, വേദനയായിരുന്നു, അല്ലേ? അതായത് ഈ ദുരിതവും പ്രശ്നവും പ്രതിസന്ധികളും കൊണ്ട് പതറുകയല്ല, ഇതിന്റെ അപ്പുറത്തൊരു ദൈവീക ശക്തിയുടെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മറിയം അത് ഹൃദയത്തില് സംഗ്രഹിച്ചാണ് ജീവിച്ചു കൊണ്ടിരുന്നത്, അല്ലെ? ഇപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്നത് പ്രശ്നത്തിലേക്കായിരിക്കും. ആ പ്രശ്നം നമ്മൾ നോക്കിയിരിക്കുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും, അല്ലേ? പക്ഷെ ഈ മറിയം ചിന്തിക്കുന്ന എന്താണ്? ഈ പ്രശ്നം വരുമ്പോഴും വന്നു പോകുമ്പോഴും ദൈവഹിതമാണെന്നും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണെന്നും ദൈവം എനിക്കത് നന്മയ്ക്കായിട്ട് അത് മാറ്റുമെന്നും, അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ പോലെയല്ല മറിയം അനുഭവിച്ച
മാരകമായ വേദനകൾ അല്ലെ. അപ്പൊ അത്രമാത്രം ഹൈലൈറ്റഡ് ആയിട്ടുള്ള സങ്കടങ്ങൾ. അതായത് ദൈവത്തിന്റെ അമ്മ ഈ ഭൂമിയിൽ ഇനി അനുഭവിക്കാൻ ഇനി വേറെ ഒന്നുമില്ല, എല്ലാം അനുഭവിച്ചതാണ്. ദാരിദ്ര്യത്തില്, ദുരിതങ്ങളില്, കഷ്ടതകളില്, ക്ലേശങ്ങളില്, നിന്ദനങ്ങളില്, അപമാനങ്ങളില്, ഒറ്റപ്പെടലുകളില്, അവഗണനകളില്, അപമാനിക്കപ്പെടാനുണ്ടായ എല്ലാ അവസരങ്ങളിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എന്തെല്ലാം തരത്തിൽ സഹിക്കണോ അതെല്ലാം ആ അവസരങ്ങളിൽ കൂടി എല്ലാം കടന്നുപോയതാണ്. അതുകൊണ്ട് നമ്മളുടെ ഏത് പെയിനും അമ്മയുടെ മുമ്പിൽ വ്യക്തമായി അതിനുള്ള ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ മുമ്പിൽ ഹൃദയം വഴി സമർപ്പിക്കാൻ പറയുക. കാരണം അത് വിജയം വരിക്കുക തന്നെ ചെയ്യും. ഇത് നമുക്കൊരു ജീവിതം, ഇപ്പൊ നമുക്കൊരു മോശം ജീവിതം ഉണ്ടാവും, നല്ല ജീവിതം ഉണ്ടാവും. മോശം ജീവിതത്തിന്റെ പരിണത ഫലങ്ങളുടെ കുറെ ഫ്രൂട്ടുകളും കുറെ നന്മതിന്മകളുടെ അറിവുകളും നമുക്ക് ഭൂമിയിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. ഈ അറിവുകൾ എന്തിനുള്ളതായിരുന്നു? നമ്മെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കും. അടുക്കാനും അടുപ്പിക്കാനും അല്ലെ. നമ്മൾ പോകുന്ന വഴിയിൽ കൂടി പുറകെ കുറെ ആളുകള് വരുന്നുണ്ട്. അപ്പൊ ആ വഴിവെട്ടുകാരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. നമ്മളുടെ വഴി കൂടി പോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു മാനസികമായ ക്ലേശം അനുഭവിക്കുകയാണ്. അത് ഏത് തരത്തിലായിക്കോട്ടെ, ഒരു മനുഷ്യന് എന്തെല്ലാം ക്ലേശങ്ങളുണ്ടെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇപ്പൊ ആ വ്യക്തി ഇപ്പൊ ഒരു ഏറ്റവും അടുത്ത വ്യക്തിയോട് പറഞ്ഞാൽ പോലും ആ വ്യക്തിക്ക് അതിന്റെ യഥാർത്ഥ ആ ഒരു റിയാലിറ്റിയെ മനസ്സിലാക്കാനായിട്ട്, ജെനുവിനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന ആൾക്ക് അത്രമാത്രം ഈ വ്യക്തിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞു കൊടുക്കുന്ന ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാനുള്ള കരുത്തില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയോടുള്ള ആ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തമായ സ്നേഹം ഒരു ദുർബലാവസ്ഥയെ, കാരണം എത്ര ആണെങ്കിലും എന്നെ സഹായിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തിയോടുള്ള സ്വാധീനം അല്ലെങ്കിൽ നമ്മുടെ ആ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളിലുള്ള സ്വാധീനം നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമുക്കും പരാജയമാണ്, അവർക്കും പരാജയമാണ് അല്ലെ. പക്ഷെ ഈ മറിയത്തോട് അങ്ങനെയല്ല. മറിയത്തോട് അങ്ങനെ ഏത് കാര്യങ്ങളെ കുറിച്ചും മറിയം വളരെ വ്യക്തമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം മാതാവിനോട് ഇങ്ങനെ പറയുകയാണ്. മാതാവിന് വ്യക്തമായിട്ട് അതിന് ഉത്തരവുണ്ട് പറയാൻ നേരം. രണ്ടാമതൊരാളോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും വേണ്ട. മറിയത്തിന് അതിന്റെ റിയാലിറ്റിക്ക്, അതിന്റെ യഥാർത്ഥ ജെനുവിനായിട്ടുള്ള ഉത്തരം തരാനായിട്ട് മറിയത്തിന് കഴിയും. അപ്പൊ ഞാനിങ്ങനെ ഒരിക്കല് എൻ്റെ പള്ളിയിൽ വെച്ച് ഞാനൊരു പ്രശ്നം, എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യം, അതായത് വ്യക്തിപരമല്ല സാമൂഹ്യപരമായിട്ടുള്ളൊരു കാര്യം, എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു, ഭയങ്കര വിഷമം തോന്നിയിട്ട് ഞാനിങ്ങനെ മാതാവിന്റെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാനിങ്ങനെ മാതാവിന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, എനിക്കിത് ഈ ഒരു കാര്യം എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്താ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യണം, എന്താണ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചില പരാതികളൊക്കെ ആയിട്ട് ചെന്നതാണ്. അപ്പോ അമ്മ എന്നോട് പറഞ്ഞത്, നീ നിന്റെ ഇടവകയിലെ കാര്യങ്ങൾ, നീ നിന്റെ ഈ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നിനക്ക് അറിയാൻ പാടുള്ളൂ. ഈ ലോകത്ത് കിടക്കുന്ന സർവ്വകാര്യങ്ങളും എനിക്ക് അറിയാം. എന്തെല്ലാം സത്യമുണ്ട്, എന്തെല്ലാം സത്യമില്ലായ്മയുണ്ട്, എന്തെല്ലാം കപടതയുണ്ട്, വഞ്ചനയുണ്ട് എന്ന് എനിക്കെല്ലാം അറിയാം. അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ് എന്ന് അമ്മ ഇങ്ങോട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതില് ഒന്നും അല്ലാണ്ടായി, ഐസ് പോലെ ഉരുകിപ്പോയി. കാരണം എന്താണ്, എൻ്റെ ഒരു കുഞ്ഞു പ്രശ്നമായിട്ട് ചെല്ലുകയാണ്, അവിടെ ഒരു മല പോലെ പ്രശ്നത്തിന്റെ നടുവില് ശാന്തമായിട്ട് നിൽക്കുകയാണ് അല്ലെ. വലിയ ഒരു ശാന്തതയും എളിമയോടും കൂടെ അമ്മ മൗനമായി നമ്മള് ഇപ്പൊ പള്ളികളിലെ ഓരോ ഫങ്ഷൻസും വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ ആയിരിക്കുന്ന വിശുദ്ധരാണെങ്കിൽ വിശുദ്ധര്, മാതാവാണെങ്കിൽ മാതാവ്, ആരാണോ അവിടെ പ്രതിഷ്ഠ, അവരെല്ലാവരും യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ സന്തോഷമാണോ, സങ്കടമാണോ, വേദനയാണോ എന്ന് അല്ലെ നമ്മള് ആഘോഷിക്കുകയാണ്. ആഘോഷങ്ങൾ വരുന്ന അനുസരിച്ച് ലോകത്തിന്റെ ആഘോഷങ്ങള് സ്വർഗത്തിന് എപ്പോഴും വേദനയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ ആഘോഷങ്ങൾക്ക് എന്താണ് അതിന്റെ റിയാലിറ്റി? ആ ആഘോഷങ്ങളിലെ സത്യം എന്താണ്?
ക്രിസ്മസ് ആണെങ്കിൽ എന്താ ക്രിസ്മസിന്റെ സത്യം, ഈസ്റ്റർ ആണെങ്കിൽ എന്താ അതിന്റെ ആ ഒരു സത്യം മനസ്സിലാക്കിയാണ് ആഘോഷിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ കുറച്ചുകൂടി ദൈവഭയത്തോടു കൂടി ജീവിക്കുമായിരുന്നു, അല്ലെ? ഈ ഭൂമിയില് ഏറ്റവും സമ്പന്നൻ, ഏറ്റവും മോശവും മനുഷ്യൻ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ഏറ്റവും അഴുക്കുള്ള സ്ഥലത്ത് പോയി ജനിച്ചു. പക്ഷെ ക്രിസ്മസ് നമ്മളെ എങ്ങനെ ആഘോഷിക്കുന്നത്, അതെ അതെ അല്ലെ? അതുപോലെ ഈസ്റ്റർ ഒരു മനുഷ്യനും മരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരിക്കലും ആ മരണം ഒരു ഭീകരമായ ദുരൂഹതയുടെ നെറുകയില് വസ്ത്രം പോലും ഇല്ലാതെ പെറ്റ അമ്മയുടെ മുമ്പില്, ജനങ്ങളുടെ മുമ്പിലും ഒരു ദാരുണമായ മരണം, കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ക്രിസ്തു. അപ്പോ ഈ മരണം നമ്മള് ഉത്ഥാനത്തിലേക്ക് ഒരു ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ മൂന്നാം ദിവസം നമ്മള് വെള്ളി, ശനി, ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈസ്റ്റർ. എങ്ങനെയാണ് മരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഈസ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രം ആ ഉത്ഥാനത്തോട് ഐക്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ? മരണത്തിന് വേദനയില്ലെങ്കിൽ ഉത്ഥാനത്തിൽ നമുക്ക് മരണത്തിന്റെ വേദനയോട് ഐക്യപ്പെടാത്ത ഒരു വ്യക്തിക്കും ഉത്ഥാനത്തിന്റെ രഹസ്യത്തോട് നമുക്ക് ഐക്യപ്പെടാൻ പറ്റില്ല. പറ്റുമോ? അപ്പോ നമുക്കത് പറ്റില്ല. അപ്പോ ഈ ക്രിസ്ത്യാനികളാണെങ്കിലും ഈ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് നമ്മൾ സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ ഇതൊരു ആചാര വെടിയ പോലെ ഇങ്ങനെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എല്ലാ ആഘോഷങ്ങളും. അപ്പൊ ഈ ആഘോഷങ്ങളുടെ സത്യം പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു ഹൃദയ വിശുദ്ധിയോ വിശാലമായ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ വിശ്വാസ പ്രഘോഷണമോ ഒന്നും തന്നെ ഈ ദിവസങ്ങളിൽ കൂടി നടക്കുന്നില്ല യഥാർത്ഥത്തില്. അത് നമ്മുടെ ഡിസംബർ 25 എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്മസ് ആണ്, ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായർ നമുക്ക് ഈസ്റ്റർ ആണ്, അല്ലെ? അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ആ ഒരു ചിന്ത വളർന്നിട്ടില്ല. അതുകൊണ്ട് എന്താ, പിശാചിന് നല്ല ഈസിയാണ് നമ്മളെ തകർക്കാനായിട്ട്, തട്ടി വീഴ്ത്താനായിട്ട്. കാരണം എന്താ, നമ്മൾ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ അനുഷ്ഠിച്ചു പോവുകയാണ്, അല്ലെ? എല്ലാ നിയമങ്ങളും നമ്മൾ പാസ്സാണ്, പക്ഷെ അത് അനുസരിക്കുവാൻ, അതായത് എല്ലാ നിയമങ്ങളും അറിയാം, പക്ഷെ അനുസരിക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ അതിനോടുള്ള തീക്ഷ്ണത, നിയമങ്ങളെ പ്രതി നിങ്ങൾ തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നിയമങ്ങളും ഉണ്ട്, അല്ലെ? ഒരു നിയമങ്ങൾ 10 കൽപ്പനകൾ മാത്രമല്ല നിയമങ്ങള്. അതിനോട് ചേർന്ന ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുവാനുള്ള നിലനിൽപ്പിന്റെ എല്ലാ മേഖലയെ കുറിച്ചും ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം തെറ്റിച്ച എല്ലാം പോയി, അല്ലെ? ഇപ്പൊ നമ്മള് 99 നന്മ ചെയ്തു, പക്ഷെ നമ്മുടെ ഒരു സ്വാർത്ഥ ചിന്തയോടുകൂടെ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്തു. ഈ വെള്ളം എന്ത് ചെയ്യും? വെള്ളം നമ്മെ കളയില്ലേ? നമ്മളെ ഭീകരമായി മുക്കിക്കളയും. പക്ഷെ 99 നന്മ അവിടെ ഉണ്ട്. പക്ഷെ ഈ ഒരു തിന്മ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ചിന്ത മൂലം നമ്മുടെ ഈ 99 നന്മയും വെള്ളം മുക്കിക്കളയും. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറിയം അവസാനം വരെ വ്യക്തതയോടുകൂടെയാണ് ദൈവിക രഹസ്യങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ചതും പൂജിച്ചതും ആരാധിച്ചതും. ഇത് നമ്മൾ ക്രിസ്ത്യാനികൾ ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ഒരു നിസ്സാരക്കാരല്ല ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കൂദാശപരമായി കത്തോലിക്ക സഭയിലേക്ക് വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഈശോയെ സ്വീകരിച്ച ഓരോ വ്യക്തിയും ഈ ലോകത്തിന്റെ ഒരു വെല്ലുവിളിയാണ്, അല്ലേ? ആണോ? ഇത് മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മളെ വെല്ലുവിളിക്കാൻ കുറെ പിശാചുക്കളെ അഴിച്ചുവിടും. അതുകൊണ്ടാണ് നമ്മുടെ ശക്തി, ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതോ അല്ലെ നമ്മളിൽ ദൈവശക്തി ഉണ്ടെന്നോ എന്നുള്ളതോ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം. ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 1 യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനമാണ്.
ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ ഹെഡിങ് തന്നെ സത്യാത്മാവിനെ വിവേചിച്ചറിയുക. സത്യാത്മാവിനെ വിവേചിച്ചറിയുക. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ വചനഭാഗത്തിലുണ്ട്. അതായത് ഒന്നാമത്തെ വാക്യത്തില് വിവേചിച്ചറിയുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. മനസ്സിലായോ? അതായത് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജ്ഞാനസ്നാനത്താൽ മാമോദിസ വഴി അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഈശോയോട് കൂടെ ഐക്യപ്പെട്ട ഒരു ജീവിതമാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരിലും ദൈവം നിലനിർത്തി വച്ചിരിക്കുന്നത്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ? ഈ സത്യാത്മാവിനെ തിരിച്ചറിയുമ്പോൾ. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ എവിടെയുള്ളവനേക്കാൾ വലുതാണ്? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അപ്പൊ ഈ ലോകത്തിലുള്ളവൻ ആരാണെന്ന് ആദ്യം നമ്മൾ അറിയണം, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ളവനെ അറിയുമ്പോഴാണ് ലോകത്തിലുള്ളവനെ തിരിച്ചറിയാം. നമ്മുടെ ഉള്ളിലുള്ളവനെ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് മറിയം പറഞ്ഞതിന്റെ കാര്യം എന്താണ്? മറിയത്തിന്റെ ഉള്ളിലുള്ള ആളെ മറിയത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു, അല്ലേ? അപ്പോ എന്ന് വിചാരിച്ച് ലോകം മറിയത്തെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചോ? ഇല്ല. എപ്പോഴും പീഡനങ്ങളും പീഡകളും അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. ദുർബലമാക്കാൻ അവന്റെ എല്ലാ ദുഷ്ടശക്തിയും മറിയത്തിന് നേരെ പ്രഹരങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പക്ഷെ മറിയം തളർന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. എന്നാൽ മിക്കവർക്കും അതായത് വിശ്വാസികൾ എന്ന് പറയുന്ന ഓരോ വ്യക്തികളും ആദ്യം അഭ്യസിക്കേണ്ടത് എന്താണ് ശരിക്കും? ഒരു വിശ്വാസി ഏറ്റവും ആദ്യം അഭ്യസിക്കേണ്ട, പരിശീലിക്കേണ്ട കാര്യം എന്താണ്? ഉള്ളിലുള്ള ദൈവത്തെ ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു പരിശീലനം തന്നെയാണ്, അല്ലെ? ഉള്ളിലുള്ള ദൈവത്തെ അറിഞ്ഞറിഞ്ഞു വരുമ്പോഴേക്കും ഉള്ളിലുള്ള ദൈവം ഇരുന്ന് ബൂസ്റ്റിംഗ് ചെയ്യും. എന്ത്? അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന്, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എന്താണോ നമ്മൾ അന്നേരം ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുക തന്നെ വേണം. ഇത് പിന്നെ ആവട്ടെ, അത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ കേട്ടിട്ടും കേൾക്കാത്ത വിധത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് അപകടം കൺമുമ്പിൽ തന്നെ. അതായത് ദൈവത്തെ ഒരു വിശ്വാസി ആദ്യം ചെയ്യേണ്ട ഒരു വ്യക്തമായ ഒരു പരിശീലനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഈ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്, അല്ലെ? ഇതിപ്പോ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്, പക്ഷെ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? കള്ളം പറയുന്നു. ദൈവത്തിന്റെ പേരിൽ ഞാൻ വ്യാജം പറയുന്നു. ഇത് ഞാനൊരു വ്യാജ പ്രവാചികയായി മാറാൻ ധാരാളം കാര്യങ്ങൾ എന്നിൽ കൂടി പിശാചിന് കൊണ്ടുവരാൻ സാധിക്കും. പറ്റില്ലേ? ഇതാണ് വ്യാജ പ്രവാചകൻ. ഇപ്പൊ നമ്മള് ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നല്ല കൃപയുള്ള ഒരു വ്യക്തിയാണ്, എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവർക്ക് കുറെ കൃപകളുണ്ട്. പക്ഷെ അവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവർ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ഇത് ഇത്ര മതി, ഇത്രയെങ്കിലും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ. ദൈവത്തെ അവർ അനുസരിക്കുന്നുണ്ടോ? ഞാൻ കുറെ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ വചനം പറയുന്ന ആളുകളെ
അതായത് വലിയ വലിയ കാര്യങ്ങൾ കൂടി അവര് പറയണത് 100% ശരിയായിരിക്കും. പറയുന്നത് മാത്രം ശരിയായിട്ട് കാര്യമില്ല. പ്രവൃത്തിയിൽ കൂടി ശരിയായതും കൂടി വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വ്യാജമാണ്. ഇത് വ്യാജമാണ് ചെയ്യുന്നത്. പറയുന്നത് ഓപ്പോസിറ്റ്, ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആണെങ്കിൽ പറയുന്നത് ഓക്കെ ആണെങ്കിൽ വ്യാജനാണ് അല്ലേ? അതെ അതെ ഇപ്പൊ ഞാൻ പറയാണ് അത് ഭയങ്കര ആളുകളിലേക്ക് ആകർഷണം കൊടുക്കുന്ന തരത്തിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഭയങ്കര ആകർഷണം, ഞാനിങ്ങനെ ഭയങ്കര ദൈവീക രഹസ്യങ്ങൾ ഇങ്ങനെ വെളിപാട് വഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പറഞ്ഞ ആളുകൾ ഭയങ്കര ആകാംക്ഷപൂർവ്വം കേൾക്കുന്നു, അത് സ്വീകരിക്കുന്നു. ഭയങ്കരമായ ഒരു ദൈവീകതയുടെ അഭിഷേകത്തിൽ ഇങ്ങനെ പറയാണ്. പക്ഷെ ആ കർട്ടൻ ഇട്ട് കഴിഞ്ഞ് ആ കർട്ടൻ പുറകില് ആ വ്യക്തിയുടെ ജീവിതം എന്താണെന്ന് നമ്മൾ എത്തി നോക്കുന്നില്ല അല്ലേ? ഇല്ല നോക്കാറുണ്ടോ? ഇല്ല ഇല്ല. പക്ഷേ ഈ വ്യക്തിയിൽ കൂടി നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്കത് കാണിച്ചു തരും ഈ വ്യക്തി. അതുകൊണ്ട് ഞാൻ പല വൈദികരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നതൊന്നും പ്രഘോഷിക്കുന്നില്ല അല്ലെങ്കിൽ ജീവിക്കുന്നില്ല. പറയുന്നത് പറഞ്ഞങ്ങട് പോവാണ്, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പോലും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്ന് ഞാൻ പല വൈദികരോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, മിക്ക വൈദികർക്ക് എന്നെ ഇഷ്ടമല്ല. പക്ഷെ എനിക്കിഷ്ടമാണ് അവരെയൊക്കെ. കാരണം നമ്മൾ അവരെ വെറുത്തു കഴിഞ്ഞാല് ഞാൻ ആരെ വെറുക്കുന്നതിന് തുല്യമാണ്? ദൈവത്തെ ദൈവത്തെ വെറുക്കുന്നതിന് തുല്യമാണ് അല്ലെ? എന്റെ മുമ്പിൽ ഒരു കൊണ്ടുവരുന്ന ഒരു വൈദികനെ ഞങ്ങളുടെ എനിക്ക് പരിചയമുള്ള ഒരു വൈദികനാണ്. അപ്പൊ അച്ഛൻ കുർബാനയിലും ഒരു പ്രത്യേക രീതിയിലെ കുർബാനയിലാണ്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഇങ്ങനെ കുർബാന ചെല്ലണത്? ഈ പറയുന്ന, അതായത് അനുതാപ പ്രകരണം എന്ന് പറയുന്ന ഒരു എന്റെ പിഴ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന അച്ഛൻ ഒരിക്കലും ചെല്ലൂല എല്ലാത്തെയും കുർബാനയിൽ. എനിക്കത് കാണുമ്പോഴൊക്കെ നമുക്ക് പാട്ട് പാടാൻ നിൽക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് കർത്താവേ കനിയണമെന്നുള്ള പ്രാർത്ഥനാ ഗാനം. അപ്പോ ഇത് ചെല്ലാതെ അച്ഛൻ ഒറ്റയടിക്ക് നേരെ കർത്താവേ കനിയണമെന്നുള്ള മനോഹര ഗാനം പാടാം. അപ്പോ ഒരു നാടകം പോലെയാണ്. എനിക്കത് പല പ്രാവശ്യമായപ്പോ എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായി. ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു, അച്ഛൻ എന്താ അത് പറയാത്തത്? അച്ഛൻ എന്തുദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് എന്താണ്? അപ്പൊ അച്ഛനും അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ, വേണമെങ്കിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ മാത്രമേ അത് പറയാതെ ഇന്ന് വരെ ഞാനൊരു കുർബാന കൂടിയിട്ടുള്ളൂ. ഇതുവരെയായിട്ട് എന്റെ ജീവിതത്തിൽ ഈ ഒരു അനുതാപ പ്രകരണം ചൊല്ലാത്ത ഒരു കുർബാന പോലും എനിക്ക് ഇതുവരെയിട്ടും കുറെ നമുക്കറിയാലോ, നമുക്ക് ഇത്ര പ്രായമായി ബോധം വെച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടാണ് കുർബാനയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഓരോ കാര്യങ്ങളും മിസ്സിങ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ അച്ഛനപ്പോ എന്താണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇങ്ങനെയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തായാലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനിത് ഇതെന്താന്ന് അറിയാൻ വേണ്ടി അച്ഛനോട് ചോദിച്ചാന്ന്. അച്ഛൻ ഇന്നും എന്നെ കാണുമ്പോ മുഖം തിരിച്ചു കളയും. എനിക്കതൊന്നും വിഷയമല്ല. കാരണം ചിലപ്പോ ഞാനത് ചോദിച്ചത് കൊണ്ട് അച്ഛനോട് ദൈവം എന്നെ കൂടി ചോദിപ്പിച്ചാണെന്ന് അച്ഛൻ മരിക്കുമ്പോഴെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കും അല്ലെ? എല്ലാവരും ഞാൻ പിന്നെ പ്രതീക്ഷിക്കുന്നത്, ഞാൻ പറയുന്നതിനെ എതിർത്ത് ഇങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ രണ്ടാമത് അവരെ തിരുത്താനൊന്നും പോകില്ല. ഞാൻ അത് കർത്താവിന് ഇട്ട് കൊടുക്കും. കാരണം എന്നോട് പറയണ്ടേ, നീ ചെന്ന് പറയുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ അവരെ അറിയിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ്, അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യാനുള്ള കാര്യം ആരാ ചെയ്യേണ്ടത്? ദൈവമാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളില് ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് ചോദിക്കാനും പറയാനുള്ള ഒരു ശക്തി ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോ ഈ വചനം 7-ാമത്തെ വചനം ഇങ്ങനെയാണ്. ഈ 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിന്റെയും ആത്മാവിനെയും അസത്യത്തിന്റെയും ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണോ ഈവിൾ സ്പിരിറ്റ് ആണോ വർക്ക് ചെയ്യണേന്ന് നമുക്ക് വ്യക്തമായിട്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഈവിൾ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമുക്ക് പക്ഷെ മുമ്പേ പരിചയമില്ല, നമ്മൾ ജസ്റ്റ് അന്നേരം കണ്ടിട്ടുണ്ട്. പക്ഷെ അവര് നമ്മുടെ അടുത്തേക്ക് വരുന്നതോ നമുക്ക് അവരുടെ അടുത്തേക്ക് വരാനുള്ളതോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഈ രണ്ടു കൂട്ടർക്കും ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്ക് അല്ലെങ്കിൽ ആ സ്പേസ്, ആ സ്ഥലം തന്നെ നമുക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ വരുത്തും. കാരണം എന്താണ്,
കാര്യം ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു ഈവിൽ സ്പിരിറ്റ്, നെഗറ്റീവ് എനർജി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ്, അല്ലെ? അത് നമ്മുടെ ആത്മാവിലാണ് അത് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. ആ ഒരു സത്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അത് അങ്ങനെ ഇവരിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാത്മാവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അപകടം പറ്റും. 7-ാമത്തെ വചനഭാഗം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പോ അതേസമയം നമ്മളിപ്പോ ഒരു ഹോളി സ്പിരിറ്റ് ഉള്ള പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയോട് ചിലപ്പോഴൊക്കെ എനിക്ക് ചില വ്യക്തികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യാൻ തോന്നൂല. അതുപോലെ ഇങ്ങനെ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പറഞ്ഞ് കട്ട് ചെയ്യണമല്ലോ എന്നോർത്ത് കട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഈവിൾ സ്പിരിറ്റ്, അതായത് നെഗറ്റീവ് ചിന്തകളോടുകൂടെയുള്ള സംസാരങ്ങളോട് നമുക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണ് പറയണത്? സ്നേഹിക്കുന്ന ഏവനും, അതായത് ദൈവത്തിൽ, എന്തെന്നാൽ സ്നേഹം ദൈവത്തിന്, റിയൽ ലവ്, പ്യുവർ ലവ്, അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ ഉടമസ്ഥന് എവിടെ നിന്ന് വരുന്നതാണെന്ന്, ഏത് ആത്മാവാണ് അവരുടെ ഉള്ളിൽ വസിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അത് ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ കൃപയുള്ള വ്യക്തികൾ എങ്ങനെയാണ് ചില കൃപയില്ലാത്ത വ്യക്തികളെ വഹിച്ചുകൊണ്ട് പോകുന്നത്, കൂട്ടത്തിൽ കൊണ്ട് നടത്തുന്നതാണെന്ന് ഞാൻ ഓർക്കാറുണ്ട്. അപ്പോ ചിലവർ കാര്യസാധ്യത്തിനായിരിക്കാം, ചിലവര് സഹായം ഇരുന്നോട്ടെ, എന്തായാലും കർത്താവ് തന്നെ, കർത്താവിന്റെ ശിഷ്യന്മാര് എല്ലാവരും പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ എന്നുള്ള ധാരണയിലുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കൂടി നിൽക്കാൻ പറ്റൂല. എന്തു പറ്റും? ഈ ദൈവാത്മാവിനോട് സഹകരിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അല്ലെങ്കിൽ അവരതുപോലെ സഹകരിക്കാനുള്ള ഒരു ആത്മാവിന്റെ അനുതാപത്തിലേക്ക് വരണം. അല്ലെങ്കിൽ അവര് കലഹിച്ചു പോവും. തീർച്ചയായിട്ടും കലഹിച്ചു പോവും. എന്തുകൊണ്ടാണ്? ദൈവത്തെ അറിയുന്നവനാണെങ്കിൽ ചേർന്ന് നിൽക്കുക, അറിയാത്തവനാണെങ്കിൽ കലഹിച്ചു പോവും. സ്നേഹിക്കാത്തവൻ എന്ത് ചെയ്തിട്ടില്ല എന്ന് പറയണത്? ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. വെറും സ്നേഹമല്ല, പരിശുദ്ധ സ്നേഹമാണ്, അല്ലെ? തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, പിന്നെ ചെയ്യുന്നത്? അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയെ സുപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവും. അതായത് നമുക്കൊരിക്കലും, ഞാനിപ്പോ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും ദൈവം നമ്മളെ കൂടെ ഉണ്ടെന്ന്, അല്ലെ? കഷ്ടതകളുടെ ഇടയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പൊ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് നമ്മളുടെ കൂടെ ഉള്ളത്? ദൈവം നമ്മളോടുള്ള സ്നേഹത്താലാണ് നമ്മളെ കഷ്ടതകളുടെ ഇടയിലും ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം. നമ്മൾ ഈ കഷ്ടപ്പാട് വരുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് നോക്കും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ദൈവം നോക്കും, നമ്മുടെ നിലപാട് എന്താണ് നമ്മളെ ശ്രദ്ധിക്കും. അപ്പൊ അതുവഴിയാണ് അടുത്ത സ്റ്റെപ്പ് കർത്താവ് തുടങ്ങുന്നത്. അപ്പൊ നമ്മളുടെ തീരുമാനത്തിന്റെ ഇപ്പൊ നമുക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷെ ചില കുട്ടികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. അപ്പൊ ഫസ്റ്റ് ടൈമിൽ നല്ല മാർക്ക്, സെക്കൻഡ് ടൈമിൽ നല്ല മാർക്ക്, തേർഡ് ടൈമിലായിരിക്കുമ്പോഴേക്കും അവന് ഭയങ്കര ഉഴപ്പായി, ഇടക്ക് വെച്ച് ഉഴപ്പായി. അപ്പൊ തേർഡ് ടൈമിൽ വളരെ മോശമായ അവസ്ഥ. അപ്പൊ അവന് ബുദ്ധിയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ബുദ്ധി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ ഒക്കെ ഫുൾ മാർക്ക് വാങ്ങിച്ചത്. തേർഡ് ടൈം ആയപ്പോഴേക്കും അവന്റെ സ്വഭാവത്തിൽ വന്ന എന്തോ മോശം കാര്യമാണ് അവനെ സ്വാധീനിച്ച് അവനെ പുറയിലേക്ക് വലിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമുക്ക് അതുകൊണ്ടാണ് ആദ്യത്തെ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വരാൻ പറഞ്ഞു. ആദ്യ സ്നേഹത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഫുൾ മാർക്കോടുകൂടെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാൻ സാധിക്കും.
14-ാമത്തെ വചനം ഇങ്ങനെയാണ്: പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഒരു മനുഷ്യന്റെ വിശ്വാസവും സ്നേഹവും ഒക്കെ വളരുമ്പോൾ നമുക്ക് വെറുതെ കുത്തിയിരിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ഒരു വ്യക്തിയോടെങ്കിലും ഈശോയെ പറ്റി പ്രഘോഷിക്കും. നമ്മൾ കണ്ടിട്ടില്ല ഈശോയെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? പ്രഘോഷിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അതൊരു ആത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവം നമ്മളെ ഒന്നും സഹായിക്കുന്നില്ലെങ്കിൽ പോലും നമ്മളിലുള്ള ഈ ആത്മാവ് നമ്മളിൽ കൂടി അതിങ്ങനെ സംഭവിക്കും എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടുള്ള ഒരു എന്താണ് പ്രഘോഷണം നമ്മൾ പോലും അറിയാതെ നമ്മളിൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും ഈശോയുടെ കടിപിടിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം എന്നോടൊരു എന്താണ് പലരോടും കാണിക്കുന്ന പോലെ എന്നോട് കാണിക്കാത്ത എന്താണ്? ഈശോ അതിനൊന്നും മറുപടി തരാറില്ല. അപ്പൊ പിന്നെ ഞാൻ സമാധാനിക്കുക, എന്തായാലും ഇവിടെ എന്ത് ചെയ്താലും ചെയ്തു എന്നുള്ളതിന് ദൈവം അതിൽ നന്മ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ദൈവനാമത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടമായി പോവില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ആ വചനമൊക്കെയാണ് പലപ്പോഴും ഈ നഷ്ടം വരുത്താതെ എന്നെ 100 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പറഞ്ഞേക്കണേ. അപ്പൊ ഈ പ്രതിഫലത്തിന്റെ അളവ് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അവിടെയാണ്. ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ സന്തോഷ് കുളങ്ങര ചോദ്യം ചോദിച്ചത്, ദൈവം എന്ത് വഴക്കേ ചെയ്യുന്നത്? കാരണം നമ്മളിവിടെ എന്തൊക്കെ ചെയ്താലും ദൈവം പെട്ടെന്നൊന്നും ആ വ്യക്തിക്ക് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം ദൈവം ആ വ്യക്തിയെ ഒരുക്കുന്നത്. പക്ഷെ ഡയറക്റ്റ് ആ വ്യക്തിയെ ഒരുക്കി കഴിഞ്ഞാൽ ആ വ്യക്തി നശിഞ്ഞു പോകുന്നു ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആത്മീയമായ അവസ്ഥകൾ, എന്താ ജെറുസലേം വിട്ടു പോകരുതെന്ന് പറയും, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയുടെ ആ ഒരു വ്യക്തിപരമായ സ്വാധീനം നമ്മളിൽ ഉറപ്പായി ഉണ്ടെന്നുള്ള വിശ്വാസത്തിലേക്ക് എത്തുന്നത് വരെ ജെറുസലേം വിട്ടു പോകരുത്. ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവര് കയ്യിൽ വല്ലതും ഉണ്ടായിരുന്നോ? കയ്യിൽ മടിശീലയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ എന്താണ്, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ സ്വർണമോ ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളതെന്ന് പറഞ്ഞത്? പിന്നെ പറഞ്ഞത് മുഴുവനും നീ നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് സകല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് പിച്ചക്കാരെ പോലെയാണ് ഈശോയുടെ ശിഷ്യന്മാര് വചനം പ്രഘോഷിക്കാൻ ഇറങ്ങിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവസ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കും. അപ്പോൾ ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിലേക്ക് എത്തുക, ഈ പ്രോസസ്സിങ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ആ പോയിന്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അധ്വാനമുണ്ട്, നല്ലൊരു സഹകരണമുണ്ട്. അവിടെ എത്തുമ്പോഴാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും, അതായത് ദൈവം അറിയുകയല്ല, നാം അറിയുകയും നാം അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കും. ഈ വിശ്വാസത്തിലേക്ക് വിശുദ്ധരായ ശിഷ്യന്മാര് കടന്നു വന്നപ്പോ പിന്നെ അവർക്ക് മുൻപും പിമ്പും നോട്ടമില്ല. അവര് കൊയ്ത്തായിരുന്നു, അല്ലേ? ആത്മാക്കളുടെ കൊയ്ത്തായിരുന്നു. പിന്നെ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്നതിൽ ഏറ്റവും സന്തോഷിച്ചു. യോഹന്നാൻ ശ്ലീഹയെ പൊരിഞ്ഞ എണ്ണയിലിട്ട് വറുക്കുമ്പോഴേക്കും പറയണ എന്താണ്? ഇപ്പുറത്തോട്ട് മറിച്ചിട്ടേക്ക്, ഒരു വശത്തെ മൊരിഞ്ഞിട്ടുള്ളൂ, ഇപ്പുറത്തോട്ട് മറിച്ചിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോ ആദ്യം ഒളിച്ചിരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു അവസാന കാലഘട്ടത്തിൽ ഈശോയേക്കാൾ ഭീകരമായ മരണത്തിന് വിധേയപ്പെട്ടത്. പത്രോസ് ശ്ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞെങ്കിലും മരിച്ച സമയത്ത് എന്താ ചെയ്തത്? എനിക്ക് ഈശോയോട് പോലെ, എന്റെ ഗുരുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് തലയും കുത്തി കിടന്നിട്ടാണ് മരിച്ചത്, അല്ലെ? അത്രമാത്രം വില കൊടുത്തിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്നേഹം ഇരുന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത്, ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കും. അപ്പൊ മരിച്ചാലും ജീവിക്കും, അല്ലെ? നമ്മളുടെ ആത്മാവ് മരിച്ചാലും ജീവനോടുകൂടെ ദൈവസന്നിധിയിൽ ഇടം പിടിക്കുവാനുള്ള ഒരു യോഗ്യതയും കൂടി ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ വെച്ച് കിട്ടുന്ന എല്ലാ ചെറുതും വലുതുമായതൊന്നും വേസ്റ്റായി കളയരുത്. കാരണം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വചനം മുഴുവൻ എന്നോട് സംസാരിച്ച പോലെ ഞാൻ ഇന്ന് ഒട്ടും ആപ്റ്റ് അല്ലായിരുന്നു വചനം പറയാൻ. ഞാൻ അപ്പോൾ ഓർത്തു, എനിക്കിന്ന് വയ്യ, ഞാൻ ഈശോയോട് വഴക്കിട്ടിരിക്കണായിരുന്നു.